Recording in progress. So നമുക്ക് ആന്റി പെർസ്പിറൻസ് ആൻഡ് ഡിയോഡ്രൻസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ആന്റി പെർസ്പിറൻസ് അല്ലെങ്കിൽ ഡിയോഡ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടാൾക്കാർക്കും സ്വെറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, സോ ഒരു ഫ്രഷ് ആയിട്ട് ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒന്ന് വെയിലത്ത് പോയി ഒന്ന് വിയർത്തു, അതിന് ചിലപ്പോൾ സ്മെൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അതിനകത്തൊരു ബാക്ടീരിയൽ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ആ ബാക്ടീരിയൽ ഗ്രോത്ത് കാരണം എന്ത് സംഭവിക്കാം? It can cause ഒരു foul smell ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആന്റി പെർസ്പിറൻസ് ആർ ഏജന്റ്സ് ആണ് ഈ സ്മെല്ല് കുറയ്ക്കാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കും. അതേപോലെ ഒരു ഗുഡ് സ്മെല്ല് തരാനും ഒക്കെ നമ്മളെ സഹായിക്കും. സോ ഇത് റെയിനി സീസൺ ഒക്കെ ആണെങ്കിലും സമ്മർ സീസൺ ഒക്കെ ആണെങ്കിലും നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും രണ്ടാൾക്കാർക്കും എന്തിന്റെ ആവശ്യം വരാറുണ്ട്? ആന്റി പെർസ്പിറൻസ്. സോ ഫ്രഷ് പെർസ്പിറേഷന് ഒരു തരത്തിലുള്ള ബാഡ് ഓർഡറും ഇല്ല. പക്ഷെ ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ബാഡ് ഓർഡർ വരും. ആൻഡ് ദ ബാഡ് ഓർഡർ വിച്ച് ഈസ് എമിറ്റഡ് from the human body can cause a number of problems. Okay, അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അടുത്തിരിക്കുന്ന ആളുകൾക്കുള്ള ബുദ്ധിമുട്ട് മാത്രമാണോ? അല്ല, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഒരുപാട് ഡിസീസസും വരാം. സോ എനി സബ്സ്റ്റൻസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഓവർകം ദിസ് ബാഡ് സ്മെൽ, അതിനെയാണ് ആന്റി പെർസ്പിറൻസ് ആൻഡ് ഡിയോഡ്രൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. The sweat gland will secrete perspiration which vary from person to person. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ പെർസ്പിറേഷൻ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇൻ സം കേസസ് the sweat will produce bad odor and in sometimes it will produce ഒരു സ്വീറ്റ്, ഒരു എന്താ പറയാ, കളേർഡ് ആയിട്ടുള്ള സ്വെറ്റും നമുക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ബാഡ് കളറും ഉണ്ടാകും, അതേപോലെ തന്നെ കളേർഡ് സ്വെറ്റ് ആയിട്ട് നമുക്ക് വരാറുണ്ട്. ഓക്കെ, next is an effective antiperspirant is designed in such a manner that it should regulate the flow of sweat and prevent the development of odor. ഒരു ആന്റി പെർസ്പിറന്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് സ്വെറ്റിനെ തടയാൻ പാടില്ല, സ്വെറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഫൗൾ സ്മെല്ല് മാത്രമേ തടയാനായിട്ട് പാടുള്ളൂ. സോ ആന്റി പെർസ്പിറൻസും ഡിയോഡ്രൻസ് എന്ന് പറയുന്നത് കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആണ്. പ്രധാനമായിട്ടും സ്വെറ്റിന്റെ ഫോർമേഷൻ കുറയ്ക്കാനും ബോഡി സ്മെല്ല് കുറയ്ക്കാനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആന്റി പെർസ്പിറൻസ് എന്ത് ചെയ്യുന്നു? പെർസ്പിറേഷന്റെ ഫ്ലോ കുറയ്ക്കുന്നു. വേറാസ് ഡിയോഡ്രന്റ് വിൽ ഇൻഹിബിറ്റ് ദ ഫ്ലോ, ബാഡ് ഓർഡർ കുറയ്ക്കാനാണ് ഡിയോഡ്രന്റ് ഉപയോഗിക്കുന്നത്. സോ ആന്റി പെർസ്പിറന്റ് സ്വെറ്റിന്റെ എമൗണ്ട്, ആ ഒരു ഫ്ലോ കുറയ്ക്കുന്നു. എന്നാൽ നമ്മുടെ ഡിയോഡ്രന്റ് ആയിട്ടുള്ള ആന്റി ഡിയോഡ്രന്റ് ആയിട്ടുള്ള ആൾ എന്താ ചെയ്യുന്നത്? അവർ ആ ഒരു ഫൗൾ സ്മെല്ല് മാസ്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, സോ there are many chemicals which have both the qualities. അപ്പം ആന്റി പെർസ്പിറന്റ് ആയിട്ടും ഡിയോഡ്രന്റ് ആയിട്ടും രണ്ട് ആക്ടിവിറ്റിയും തരുന്ന എക്സാമ്പിൾ ആണ് അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ്. ഓക്കെ, സോ അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ് എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ ആക്ട് ആസ് ബോത്ത് ആന്റി പെർസ്പിറന്റ് ആയിട്ടും അതേപോലെ തന്നെ ഇറ്റ് വിൽ ഓൾസോ ആക്ട് ആസ് ആന്റി പെർസ്പിറന്റ് ആൻഡ് ആന്റി ഡിയോഡ്രന്റ് ആയിട്ടും അത് ആക്ട് ചെയ്യും. ഒരു ഡിയോഡ്രന്റ് ആക്ഷൻ, ആന്റി ഡിയോഡ്രന്റ് അല്ല, ഡിയോഡ്രന്റ് ആക്ഷൻ തരും. മനസ്സിലായല്ലോ അല്ലെ? സോ അപ്പൊ നമ്മുടെ ബോഡിയിൽ വിയർക്കുകയാണെങ്കിൽ വിയർക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ട് ആക്ഷൻ തരുന്ന ഒരു ഡ്രഗ് ആണ് അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ്. നെക്സ്റ്റ് ഈസ് ആന്റിപെർസ്പിറന്റ് ഷുഡ് കണ്ടെയ്ൻ ആസ്പീരിയന്റ് ആക്ഷൻ. അതായത് നമ്മുടെ സ്കിന്നിനെ ആക്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെയുള്ള എന്താ പറയാ ചെറിയ ചെറിയ സെൽസിനെയൊക്കെ ഓപ്പൺ ചെയ്ത് ആ സ്വെറ്റ് ഗ്ലാൻസിനെ അകത്തുനിന്ന് പ്രോട്ടീൻ കോവാഗുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതിനാണ് ആന്റിപെർസ്പിറൻസ് എന്ന് വിളിക്കുന്നത്. So antiperspirants contain substance having aspirant action and on reacting with skin proteins it can cause coagulation which is accompanied by a swelling at the opening of the sweat gland. So it will help in blocking the ഓപ്പണിംഗ് ഓഫ് സ്വെറ്റ് ഗ്ലാൻഡ്. സ്വെറ്റ് ഗ്ലാൻഡ് ഓപ്പൺ ചെയ്തിരുന്നാലല്ലേ നല്ലതുപോലെ അങ്ങോട്ടേക്ക് എന്തൊക്കെ വരുള്ളൂ? സ്വെറ്റും
സ്വെറ്റ് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും, സ്മെല്ലും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇവൻ എന്താ ചെയ്യുക, ഈ ആന്റി പെർസ്പിറൻസ് അവിടെ ഒരു ആസ്ട്രീജന്റ് ഇഫക്ട്, കോവാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വാളിറ്റീസ് ഓഫ് ആന്റി പെർസ്പിറൻസ്. സോ ഇറ്റ് ഷുഡ് ബി നോൺ ടോക്സിക്, it should be non-irritant to skin and should have a pH between 4 to 4.5. ഇനി ഫാബ്രിക്സിലൊന്നും ഒരു തരത്തിലുള്ള ഇഫക്റ്റും ഉണ്ടാക്കുകയില്ല. ആൻഡ് ഇറ്റ്സ് ഗുഡ് ഫോർ ദ സഫീഷ്യന്റ് ആസ്ട്രീജന്റ് പ്രോപ്പർട്ടി. അപ്പം ടോക്സിക് ആവാൻ പാടില്ല, നോൺ ഇറിറ്റന്റ് ആവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ഹാവ് pH between 4 to 4.5. ഫാബ്രിക്സിലൊന്നും ഒരു തരത്തിലുള്ള ഇഫക്റ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നെക്സ്റ്റ് ഈസ് formulation of antiperspirant. ഫോർമുലേഷൻ ഓഫ് ആന്റിപെർസ്പിറന്റ്, എന്തൊക്കെയാണ് ആന്റിപെർസ്പിറന്റിന്റെ ഫോർമുലേഷൻ? ആണ് എപ്പോഴും നമുക്ക് ഡൗട്ട് വരുന്നത്, നമുക്ക് മാർക്ക് പോകുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, സോ ഫോർമുലേഷൻ ഓഫ് ആന്റിപെർസ്പിറന്റ് എന്ന് പറഞ്ഞാൽ സോൾട്ട് ഓഫ് വേരിയസ് മെറ്റൽസ്. ഓക്കെ, അപ്പം ആന്റിപെർസ്പിറൻസിന്റെ അകത്ത് ഉണ്ടാകേണ്ട പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആന്റിപെർസ്പിറൻസ് എന്ന ഹെഡിങ് എഴുതുക, എന്നിട്ട് ഫോർമുലേഷൻ എന്ന് കൊടുക്കുക. അത് പ്രത്യേകം ഒരു ബുക്കിൽ എഴുതി വെക്കുക, അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, സോൾട്ട് ഓഫ് വേരിയസ് മെറ്റൽസ്. അപ്പൊ ആദ്യത്തെ സാധനം എന്താണ്? പലതരത്തിലുള്ള മെറ്റൽസിന്റെ സോൾട്ട്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. അലൂമിനിയം, അയൺ, ക്രോമിയം, ലെഡ്, മർക്കുറി, ഇതാണോ, ആൻഡ് സിങ്ക്. ഓക്കെ, അപ്പം ഇത്രയും ആൾക്കാർക്ക് എന്തുണ്ട്? ഒരു ആസ്ട്രിജന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ആൻഡ് ആസ്ട്രിജന്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ precipitate the property. ഓക്കെ, ആസ്ട്രിജന്റ് ഇഫക്റ്റ് ഉണ്ട്. സോ ആസ്ട്രിജന്റ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ precipitate the protein. So നമ്മുടെ ആന്റിപെർസ്പിറൻസ് അത് ഏറ്റവും ആവശ്യം സോൾട്ട് ഓഫ് സം മെറ്റൽസ്, സിങ്ക്, അലൂമിനിയം, മെർക്കുറി, ക്രോമിയം, ലെഡ്, സിങ്ക്. അപ്പൊ ആന്റിപെർസ്പിറന്റ് ആക്ഷൻ ഉണ്ട്. ആൻഡ് ഓൾ ദീസ് സോൾട്ട് കനോട്ട് ബി യൂസ്ഡ് ആസ് ആന്റിപെർസ്പിറന്റ്, കാരണം ഇതിന് എന്തുണ്ടാവും? ഒരു ടോക്സിക് ഇഫക്റ്റും ഡിസ്കളറേഷനും ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം അലൂമിനിയവും സിങ്കും സേഫാ. ഓക്കെ, അലൂമിനിയം സിങ്കും സേഫ് ആണ്. അയൺ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഡിസ്കളറേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? അതേപോലെ മെർക്കുറി നമുക്ക് ടോക്സിക് അല്ലേ? ഇവരെല്ലാവരെയും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അലൂമിനിയവും സിങ്കും ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, then the salt of aluminum and zinc are very commonly used as an antiperspirant, generally to protect the skin from toxic effect and clothes from rotting. A combination of salt can be used. So മിക്കവാറും ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു കോമ്പിനേഷൻ ഓഫ് സോൾട്ട് ആയിരിക്കും ഉപയോഗിക്കുന്നത്. സോ ഇനി ആന്റിപെർസ്പിറൻസ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഇൻ വേരിയസ് ഫോംസ്. ഏതൊക്കെ ഫോംസിൽ ആന്റിപെർസ്പിറൻസ് അവൈലബിൾ ആണ്? ലോഷൻസ് ആയിട്ട് അവൈലബിൾ ആണ്, ക്രീംസ് ആയിട്ട് അവൈലബിൾ ആണ്, then സ്പ്രേ ആയിട്ട് അവൈലബിൾ ആണ്, then പൗഡേഴ്സ് ആയിട്ട് ഇവൻ അവൈലബിൾ ആണ്. ലോഷൻ, ക്രീം, സ്പ്രേ ആൻഡ് പൗഡർ. ലോഷൻ, ക്രീം, സ്പ്രേ ആൻഡ് പൗഡർ, ഇത്രയും ഫോമിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ബോത്ത് ആന്റിപെർസ്പിറന്റും അതേപോലെ തന്നെ നമുക്ക് ഡിയോഡ്രന്റും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം അലൂമിനിയം, പറഞ്ഞേ, ക്ലോറോ ഹൈഡ്രേറ്റ്. ഓക്കെ, സോ അത് മറക്കാൻ പാടില്ല. അലൂമിനിയം ക്ലോറോ ഹൈഡ്രേറ്റ് ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കേണ്ടത്? നമ്മള് ഇറ്റ് വിൽ ബി യൂസ്ഡ് ആസ് ബോത്ത് ആക്ഷൻസ്. അല്ലെങ്കിൽ നമ്മൾ സോൾട്ട് ഓഫ് സർട്ടൻ മെറ്റൽസ്, അല്ലെങ്കിൽ ആ മെറ്റൽസ് എന്ന് പറയുന്നതും അലൂമിനിയവും സിങ്കും മാത്രമേ സേഫ് ആയിട്ട് ഉപയോഗിക്കുള്ളൂ. കാരണം നമുക്ക് അവിടെ മർക്കുറി, അയണും ഒക്കെ ഉപയോഗിക്കാം, ക്രോമിയം ഉപയോഗിക്കാം, ലെഡ് ഉപയോഗിക്കാം, പക്ഷെ അവർക്കൊക്കെ ഒരു ടോക്സിക് ഇഫക്റ്റ് ആൻഡ് ഡിസ്കളറേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ആന്റിപെർസ്പിറന്റ് എക്സാമ്പിൾ പറയാം. അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ്, പ്രൊപ്പലിൻ ഗ്ലൈക്കോള്, ആൽക്കഹോള്, ഹെക്സാക്ലോറോഫിക്, പെർഫ്യൂം ആൻഡ് വാട്ടർ. അപ്പൊ ഇത്രയും തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആൽക്കഹോൾ, പ്രൊപ്പലിൻ ഗ്ലൈക്കോളും കൂടെ മിക്സ് ചെയ്യും, അതിലേക്ക്
ഹെക്സാക്ലോറോഫീൻ നമ്മൾ ഡിസോൾവ് ചെയ്യും, എന്നതിനെ പെർഫ്യൂം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അറ്റ് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ പ്രിപ്പറേഷനിലേക്ക് അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ് ആഡ് ചെയ്തുകൊണ്ട് ഇതിനെ പതിയെ ആൽക്കഹോളിക് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത് 48 മണിക്കൂർ ഇത് വെച്ചതിന് ശേഷം വേണം നമ്മൾ കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട്. ഓക്കെ, അത് നമ്മൾ ലിക്വിഡാണ്. ഇനി ക്രീം എന്ന് പറയുന്നത് അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ്, ഗ്ലിസറൈൽ മോണോസ്റ്റിറേറ്റ് ലൂബ്രിക്കന്റ് ആണ് അല്ലെ. ദെൻ സ്പെർമാസെറ്റി, ഗ്ലിസറിൻ, പെർഫ്യൂം, വാട്ടർ. ഡിയോഡ്രന്റ് ആകുമ്പോഴോ ബോറിക് ആസിഡും സാലിസിലിക് ആസിഡും, പിന്നെ സിങ്ക്, സ്റ്റിറേറ്റ്, ടാൽക്ക്, സ്റ്റാർച്ച്. എല്ലാ ഇൻഗ്രീഡിയൻസും ഡിയോഡ്രന്റ് പൗഡറിനാവും ബോറിക് ആസിഡും സാലിസിലിക് ആസിഡും ഉണ്ട് എന്ന് ആലോചിക്കുക. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? We will get a deodorant powder. Okay, clear ആയോ? സോ നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഏജന്റ് ആണ് ഷാംപൂ. ഓക്കെ, അത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് ഷാംപൂസ്. ഷാംപൂ അറിയാം, എന്താ ഷാംപൂ? സർഫസ് ആക്റ്റീവ് ഏജൻസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന പ്രിപ്പറേഷൻസ് ആണ് നമ്മുടെ ഹെയറിലെയും സ്കാൽപ്പിലെയൊക്കെ ഡേർട്ടും ഗ്രീസും ഡെബ്രിസും ഒക്കെ ഇളകി പോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന substance ആണ് ഷാംപൂ. So shampoos can be defined as a preparation which contain surface active agent which is used to remove dirt, grease, debris from the hair and scalp. Okay, and also other parts of the body without affecting the natural gloss of the hair. ഹെയറിന് ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, അഫക്ട് ചെയ്യാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ സർഫേസ് ആക്റ്റീവ് ഏജന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, then shampoo also help to keep the hair fragrant, lustrous, soft and manageable. In majority of the case shampoos are water soluble solutions അല്ലെങ്കിൽ സസ്പെൻഷൻസ് ആണ്. നമുക്ക് വാട്ടറിൽ ഡിസോൾവ് ചെയ്തുകൊണ്ടാണ് പ്രധാനം. നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഷാമ്പൂ ഒരു കപ്പിൽ വെള്ളം എടുക്കുന്നു, അതിലേക്ക് നമ്മൾ ഷാമ്പൂ റിക്വയർഡ് എമൗണ്ട് ആഡ് ചെയ്യുന്നു, അതിനെ മിക്സ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ക്ലെൻസിങ് ആക്ഷനും അതിന്റെ ബാക്കിയുള്ള ഫങ്ഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സോ മിക്കവാറുമുള്ള മെജോറിറ്റി ഓഫ് ദ ഷാംപൂസ് കണ്ടെയ്നിങ് സിന്തറ്റിക് ഡിറ്റർജൻസ്. ഓക്കെ, ഡിറ്റർജൻസിന്റെ ഫങ്ഷൻ എന്താ? അവിടെ എന്താ പറയാ, പത ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ. കണ്ടെയ്ൻ സിന്തറ്റിക് ഡിറ്റർജൻസ്. ഇനി ഐഡിയൽ ക്വാളിറ്റീസ് ഓഫ് ഷാംപൂ പറഞ്ഞുതരാം. Capable of removing grease, dirt, skin, debris from the hair and the scalp. It should be non-toxic. നല്ലതുപോലെ തലയിൽ അഴുക്കൊക്കെ ഇളക്കി കളയാനായിട്ട് സാധിക്കും. ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ പാടില്ല. ആഫ്റ്റർ വാഷിംഗ് ഒരു നല്ല ഫ്രാഗ്രൻസ് നമ്മുടെ ഹെയറിന് കൊടുക്കാനായിട്ട് സാധിക്കണം. ഇറ്റ് ഷുഡ് ബി ഇഫക്റ്റീവ് ഇൻ വെരി സ്മോൾ എമൗണ്ട്. പിന്നെ നമ്മുടെ തലയിൽ വാട്ടർ വെച്ച് തന്നെ കഴുകുമ്പോൾ ഷാംപൂസ് ഷുഡ് റിമൂവ് ഓൾ ദ വേസ്റ്റസ് ആൻഡ് ഷുഡ് പ്രൊഡ്യൂസ് സഫിഷ്യന്റ് ഫോം ഹാർഡ് അല്ലെങ്കിൽ സോഫ്റ്റ് വാട്ടർ വെച്ചിട്ട് രണ്ട് കൊണ്ടുപോകാൻ ഉണ്ടാക്കണം, ഒരു പത ഉണ്ടാക്കാൻ സാധിക്കണം. Could reduce fluffiness and smoothen the hair shaft. Okay, hair shaft the fluffiness smoothness നമ്മൾ എന്ത് ചെയ്യണം? It should reduce the fluffiness and smoothness of the hair shaft. It makes the hair soft and shiny. Okay, ഇനി ടൈപ്സ് ഏതൊക്കെയാണെന്ന് അറിയോ? മെഡിക്കേറ്റഡ് ഡാൻഡ്രഫ് ഷാംപൂ, പൗഡർ ഷാംപൂ, ക്ലിയർ ലിക്വിഡ് ഷാംപൂ, ജെൽ ഷാംപൂ, സോഫ്റ്റ് ഷാംപൂ, ക്രീം ഓർ പേസ്റ്റ് ഷാംപൂ, ലിക്വിഡ് ക്രീം, ലോഷൻ ഷാംപൂ, ബേബി ഷാംപൂ, എയറോസോൾ ഷാംപൂ. അപ്പൊ മെഡിക്കേറ്റഡ് ഡാൻഡ്രഫ് അറിയാലോ, പൗഡർ, ക്ലിയർ ലിക്വിഡ്, ജെല്ല്, സോപ്പ്, ക്രീം, പേസ്റ്റ്, ലിക്വിഡ് ക്രീം, ലോഷൻ ഷാംപൂ, ബേബി ഷാംപൂ ആൻഡ് എയറോസോൾ ഷാംപൂ. ഇത്രയുമാണ് കോമൺ ആയിട്ട് ഉള്ളത്. ഫസ്റ്റ് ഇസ് ദ ഫോർമുലേഷൻ ഓഫ് ഷാംപൂ. സോ നമ്മൾ ഷാംപൂവിന്റെ ഫോർമുലേഷനിൽ എന്തൊക്കെ സാധനങ്ങളാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. ഫോർമുലേഷൻ ഹെഡിങ് എഴുതിക്കുക ഷാംപൂവിന്റെ അവിടെ. ഫസ്റ്റ് വൺ ഇസ് കണ്ടീഷനിങ് ഏജന്റ്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് കണ്ടീഷനിങ് ഏജന്റ്. കണ്ടീഷനിങ് ഏജന്റ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹെയറിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനും അതിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഫ്ലഫിനെസ് ആൻഡ് ഹെയർ ഷാർപ്പിനെ സ്മൂത്തൻ ആക്കും, ഹെയറിനെ സോഫ്റ്റ് ആക്കും, ഷൈനി ആക്കും. ഓക്കെ, എന്തൊക്കെയാണ് ഹെയർ കണ്ടീഷണേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അറിയില്ലേ? ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കണം എന്ന് പറയും, പക്ഷെ
ഷാമ്പൂവിന്റെ അകത്ത് തന്നെ കുറച്ച് എമൗണ്ട് ഓഫ് കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ലനോലിൻ. ഓക്കെ, ലനോലിൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. Lanolin and its derivative. രണ്ടാമത്തെ ഗ്ലിസറിൻ. മൂന്ന് പ്രൊപ്പീലീൻ ഗ്ലൈക്കോൾ. ഓക്കെ, ഹ്യൂമക്കണ്ടിന്റെ അകത്തും ഇങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഗ്ലിസറിൻ, പ്രൊപ്പീലീൻ ഗ്ലൈക്കോൾ. ഓർമ്മയുണ്ടോ? വാട്ടർ കണ്ടന്റ് പോകാതിരിക്കാൻ വേണ്ടി അവിടെ നമ്മള് സോർബിറ്റോൾ ആണ് ഉപയോഗിക്കുന്നത്. ഷാമ്പൂല് കണ്ടീഷണർ ലാനോളിനും അതിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും നമ്മൾ കണ്ടീഷണർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം കണ്ടീഷനിങ് കഴിഞ്ഞ് അടുത്ത ഏജന്റ് ആണ് തിക്കനിങ് ഏജന്റ്. തിക്കനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആരെയാണ്? ഷാമ്പൂവിന്റെ വിസ്കോസിറ്റി കൂട്ടാനും അതിന് ഡിസൈർഡ് കൺസിസ്റ്റൻസി കൊടുക്കാനുമാണ് നമ്മൾ തിക്കനിങ് ഏജന്റ് ഉപയോഗിക്കുന്നത്. അത് പോളി വീനൈൽ ആൽക്കഹോൾ. ഓക്കെ, പോളിവീനൈൽ ആൽക്കഹോള്. രണ്ടാമത്തത് മീഥൈൽ സെല്ലുലോസ്. മീഥൈൽ സെല്ലുലോസ്, പോളിവീനൈൽ ആൽക്കഹോള്, മീഥൈൽ സെല്ലുലോസ്. ദെൻ സോഡിയം ആൽജിനേറ്റ് ആൻഡ് സോഡിയം സ്റ്റീറേറ്റ്. സോഡിയം ആൽജിനേറ്റ് ആൻഡ് സോഡിയം സ്റ്റീറേറ്റ്. ഇത്രയും ആൾക്കാരെയാണ് തിക്കനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ വിസ്കോസിറ്റി കൂട്ടാനും അതിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ടാണ് തിക്കനിങ് ഏജന്റ്. പോളിവീനൈൽ ആൽക്കഹോൾ, മീഥൈൽ സെല്ലുലോസ്, സോഡിയം ആൽജിനേറ്റ്, സോഡിയം സ്റ്റീറേറ്റ്. സോഡിയം സ്റ്റീറേറ്റ് ഒരു തിക്കനിങ് ഏജന്റ് ആണ്. നെക്സ്റ്റ് ഈസ് സോലുബിലൈസിങ് ഏജന്റ്. നെക്സ്റ്റ് എന്താണ്? സോലുബിലൈസിങ് ഏജന്റ്. അപ്പം തിക്കനിങ് ഏജന്റ് വിസ്കോസിറ്റി കൂട്ടാനാണ്. അപ്പൊ സോലുബിലൈസിങ് ഏജന്റ് എന്താ? അതിനകത്ത് ചിലപ്പോൾ ഒരു പ്യുവർലി സോലബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവും, അതിനെ സോലബിലിറ്റി കൂട്ടാനായിട്ടാണ്. ഓക്കെ, സോ ദേ ആർ യൂസ്ഡ് ടു സോലബിലൈസ് പ്യുവർലി സോലബിൾ സബ്സ്റ്റൻസസ് സോ ആസ് ടു ഗെറ്റ് ഒരു ക്ലിയർ ഷാമ്പു കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അലിയാൻ ബുദ്ധിമുട്ടുള്ള വസ്തുക്കളെ അലിയിപ്പിക്കാനായിട്ടാണ് നമ്മൾ സോലബിലൈസിങ് ഏജന്റുകൾ ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈഥൈൽ ആൽക്കഹോള്, then ഗ്ലിസറോള്, then പ്രൊപ്പിലീൻ ഗ്ലൈക്കോള്, then ഡൈഎഥിലീൻ ഗ്ലൈക്കോള്, then മോണോ ഈഥൈൽ ഈതർ. ഇത്രയും വസ്തുക്കളെയാണ് നമ്മൾ സോളിബിലൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോളിബിലൈസിങ് ഏജന്റ് എന്താണ്? പ്യുവർലി സോലബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ സോലബിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സോലബിലൈസിങ് ഏജന്റ്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഈഥൈൽ ആൽക്കഹോൾ, ഗ്ലിസറോൾ, പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ, ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ, മോണോ ഈഥൈൽ ഈതർ. ഓക്കെ, സോ ഈഥൈൽ ആൽക്കഹോളും ഗ്ലിസറോളും, പ്രൊപ്പിലീൻ ഗ്ലൈക്കോള്, ഡൈഎഥിലീൻ ഗ്ലൈക്കോള്, മോണോ ഈഥൈൽ ഈതർ. എല്ലാത്തിനും ലാസ്റ്റ് ഓയിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ? ഈഥൈൽ ആൽക്കഹോൾ, ഗ്ലിസറോള്, പ്രൊപ്പിലീൻ ഗ്ലൈക്കോള്, പിന്നെ മോണോ ഈഥൈൽ ഈതർ. ഇത്രയും സാധനമാണ് സോളിബിലൈസിങ് ഏജന്റ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്ത ഒപ്പാസിഫൈങ് ഏജന്റ്. ഒപ്പാസിഫൈങ് ഏജന്റ് എന്തിനാ? ഒപ്പാസിഫൈങ് ഏജന്റ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ക്യാപ്സ്യൂൾസിൽ. എന്തിനായിരുന്നു ഒപ്പാസിഫൈങ് ഏജന്റ്? അതിനെ ഒപ്പേക്ക് ആക്കി മാറ്റാനായിട്ട് ഒരു എന്താ പറയാ, ആ ഷാമ്പുവിന്റെ ഒപ്പേസിറ്റി കൂട്ടാനായിട്ടാണ് നമ്മൾ ഒപ്പാസിഫൈങ് ഏജന്റ് ആഡ് ചെയ്ത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് ഗ്ലൈക്കോൾ, ഗ്ലിസറൈൽ, സ്റ്റീറേറ്റ്, സീറ്റൈൽ ആൽക്കഹോള്, then stearyl alcohol, cetyl alcohol, then stearic amide. Stearic amide ഇത്രയുമാണ് ഒപ്പാസിഫൈങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് തടയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് മീഥൈൽ പരാബൻ ആൻഡ് പ്രൊപ്പൈൽ paraben. It is used as the preservatives. Okay, and these are commonly used in preserving the shampoos. Okay, so
ലിക്വിഡ് ഷാമ്പൂവിനകത്ത് കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഗ്ലിസറിൻ, ഈഥൈൽ ആൽക്കഹോൾ, പ്രിസർവേറ്റീവും പെർഫ്യൂമും ക്വാണ്ടിറ്റി സഫീഷ്യന്റ്. ദെൻ ക്രീം ടൈപ്പ് ഷാമ്പൂ ആണെങ്കിൽ സോഡിയം ലൗറൈൽ സൾഫേറ്റ്, സോഡിയം സിട്രേറ്റ്, സോഡിയം ആൽജിനേറ്റ്, ഗ്ലിസറിൻ, നീഡിൽ പാരബിൻ, പെർഫ്യൂം, വാട്ടർ, ഇത്രയാണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ഈസ് ഹെയർ ഡ്രസ്സിങ്സ്. ഹെയർ ഡ്രസ്സിങ്സ് എന്താണ്? നമ്മൾ ഡ്രൈ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സാധനമാണ് ഹെയർ ഡ്രസ്സിങ്സ്. ഹെയറിന്റെ ഒരു എക്സ്ട്രാ ഒരു ഗ്ലോ കിട്ടാനായിട്ട്. ദ മെയിൻ പർപ്പസ് ഓഫ് ഹെയർ ഡ്രസ്സിങ് എന്ന് പറയുന്നത് എന്താണ്? ടു അപ്ലൈ എ തിൻ ഫിലിം ഓഫ് ഓയിൽ ആൻഡ് ടു കീപ് ദ ഹെയർ ഇൻ ഓർഡർ ടു ഗിവ് എ നാച്ചുറൽ ലുക്കിംഗ് ഗ്ലോസ് വിത്തൗട്ട് എനി അപ്പിയറൻസ് ഓർ ഓയിൽനെസ്. അപ്പം ഡ്രൈ ഹെയറിലേക്ക് വേണം ഹെയർ ഡ്രസ്സിങ്സ് അപ്ലൈ ചെയ്യാനായിട്ട്. മെയിൻറ്റെയിൻ ഒരു തിൻ ഫിലിം ഓഫ് ഓയിൽ ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മുടെ ഹെയറിന് ഒരു നാച്ചുറൽ ഒരു എന്താ പറയാ ഒരു ഗ്ലോ കിട്ടാനായിട്ട് നമ്മൾ ഒരു ഓയിൽ ഉള്ളത് പോലത്തെ ഒരു ഗ്ലോ കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹെയർ ഡ്രസ്സിങ്സ്. ഓക്കെ, നോൺ ടോക്സിക് ആയിരിക്കണം, ലെസ്റ്റർ, ഗുഡ് ഗ്രൂമിങ് അട്രാക്ഷൻ, ആന്റി ഡാൻഡ്രഫ് പ്രോപ്പർട്ടി, നല്ല വെറ്റിംഗ് ആക്ഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ ഹെയറിന് പ്രോപ്പർ കണ്ടീഷൻസ് കൊടുക്കാനും ഇതിന് സാധിക്കണം. Then there are number of preparations which are used by men and women for their hair. Hair conditioners, hair tonic, brilliantines, hair waving, hair straightening preparations. അപ്പൊ അത് ഓരോന്നും എന്താന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹെയർ കണ്ടീഷണർ. നമ്മൾ എന്താ പറയാ അങ്ങനെ ഒരു ഫ്രിസി ആയിട്ട് നിൽക്കാതെ സ്മൂത്തൻ ചെയ്ത് ഷാഫ്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹെയർ കണ്ടീഷണർ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഹെയർ മാനേജബിൾ ആയിട്ടും വളരെ സോഫ്റ്റ് ടെക്സ്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഗ്ലോസി ആയിട്ടൊക്കെ നിൽക്കാനാണ് ഹെയർ കണ്ടീഷണേഴ്സ്. ഓക്കെ, സോ ഹെയർ കണ്ടീഷണേഴ്സ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്തിനാ? ഫോർ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർസിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അവിടെ ഓവർ ഷാംപൂവിങ് തടയാനും ബ്ലീച്ച് ചെയ്യുന്നത് തടയാനും ഡൈ ചെയ്യുന്നതൊക്കെ ഓവർ ആയിട്ട് മാറാതിരിക്കാനാണ് ഹെയർ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ആഫ്റ്റർ ഷാംപൂവിങ്ങിലായിരിക്കും നമ്മൾ ഹെയർ കണ്ടീഷണേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതെന്തിനാ? നമ്മുടെ തലയിൽ നിന്നുള്ള അഴുക്കൊക്കെ പോയിട്ട് നമ്മുടെ തലയിൽ ബാക്കിയുള്ള ഷാംപൂ ഉണ്ടായിരിക്കും അല്ലെ. സോ ദിസ് ഇസ് ടു റിമൂവ് ദ ഡിറ്റർജന്റ് ഫിലിം വിച്ച് ഹാസ് ബീൻ ലെഫ്റ്റ് ബൈ ദ ഷാംപൂ. ഷാംപൂ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫിലിം കോട്ടിംഗ് ഉണ്ടാവും, അതിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? ഹെയർ കണ്ടീഷണേഴ്സ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു remove the detergent film. Okay, detergent film which has been left by shampoo. Okay, which has been left by the shampoo. അപ്പൊ ഷാംപൂ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു കോട്ടിങ് കളയാനായിട്ടാണ് നമ്മൾ ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. സോ ഹെയർ വിൽ ബിക്കം സോ സോഫ്റ്റ് ആൻഡ് ടച്ച് ആഫ്റ്റർ ദിസ് ആണ് ഹെയർ കണ്ടീഷണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹെയർ കണ്ടീഷണേഴ്സ്. നെക്സ്റ്റ് ഈസ് ഹെയർ ടോണിക്സ്. ഹെയർ ടോണിക്സ് എന്താ? ഇറ്റ് വിൽ അല്ലെങ്കിൽ ദീസ് ആർ പ്രിപ്പറേഷൻസ് വിൽ അപ്ലൈ ടു ദ ഹെയർ ഫോർ ക്യൂറിങ് ബാൾഡ്നെസ്. അപ്പം ഓയിലി അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഒക്കെ തടയാനായിട്ടാണ് നമ്മൾ ഹെയർ ടോണിക്സ് ഉപയോഗിക്കുന്നത്. സോ ദീസ് ടോണിക്സ് വിൽ കണ്ടെയ്ൻ ജനറലി ഒരു റുബിഫിഷ്യൻ, ഒരു ആന്റിസെപ്റ്റിക് അല്ലെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻഡ് സ്റ്റിമുലന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഹെയർ ടോണിക്സ് നമ്മൾ രാത്രി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ടു ഹാവ് ടു റബ് ഇറ്റ് ഇൻടു ദ സ്കാൽപ്പ് അറ്റ് നൈറ്റ് സോ ദാറ്റ് നമുക്ക് മോർണിംഗിൽ തന്നെ ഷാംപൂ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഓക്കെ, ഫോർ ക്യൂറിങ് ബാൾഡ്നെസ്. ഓക്കെ, ക്യൂറിങ് BALDNESS. ഓക്കെ, സോ അത് നമ്മുടെ പരമാവധി നൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. എന്നിട്ട് മോർണിംഗ് നമ്മൾ എന്ത് ചെയ്യും? ഷാംപൂ ചെയ്ത് കളയും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് Brillantines. BRILLINTINES. Brillantines എന്നാണ് അതിന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹെയർ ടോണിക്സ് കഴിഞ്ഞു. ഹെയറിന്റെ ഓയിലി അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമായിരുന്നു ഹെയർ ടോണിക്സ്. ഓക്കെ, ഹെയറിന്റെ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാനായിട്ട് ബ്യൂട്ടീഷ്യൻ, ആന്റിസെപ്റ്റിക് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ് സ്റ്റിമുലന്റ് ആയിട്ട് ആക്ട്. നെക്സ്റ്റ് ഈസ് ബ്രില്യന്റൈൻസ്. ബ്രില്യന്റൈൻസ് എന്ന് പറഞ്ഞാൽ these are mainly used by men to impart luster to the hair. ഹെയറിന്റെ ആ
ആ ഒരു ലെസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെയിൽസ് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് BRILLIANTINES, ബ്രില്യൻറ്റൈൻസ് എന്ന് വിളിക്കും. സോ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ബൈ മെൻ, ആണുങ്ങളായിട്ട് പൊതുവെ യൂസ് ചെയ്യുന്നത്. സോ അവരുടെ ഹെയറിന് ഒരു ലെസ്റ്റർ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രില്യൻറ്റൈൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ആ ഇനീഷ്യൽ സെറ്റിംഗ് ഓഫ് ദ ഹെയർ നമ്മൾ എന്ത് ചെയ്യും, ലിക്വിഡ് ബ്രില്യൻറ്റൈൻ നമ്മൾ ഹെയറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഒരു അറ്റോമൈസർ യൂസ് ചെയ്തിട്ട് അത് സെറ്റിംഗ് സ്പ്രേ എന്നൊക്കെ പറയുന്നത് ഈ ബ്രില്യൻറ്റൈൻ ആണ്. ഓക്കെ, സോ ലിക്വിഡ് ബ്രില്യൻറ്റൈനും ഉണ്ട്, അതുപോലെ സോളിഡ് ബ്രില്യൻറ്റൈനും ഉണ്ട്. ലിക്വിഡിനകത്ത് എന്താ, മിനറൽ ഓയിൽസ് ഉണ്ടാവും. ആ മിനറൽ ഓയിൽസ് ഒന്നെങ്കിൽ അതിന്റെ സ്മെല്ല് ഡിയോഡറൈസ് ചെയ്യും, കെറോസിൻ അല്ലെങ്കിൽ ഐസോപ്രോപ്പൈൽ മിരിസ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, സോ അപ്പം ബ്രില്യൻറ്റൈന് രണ്ട് ടൈപ്പ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്, ഒന്ന് ലിക്വിഡും പിന്നെ ഒന്ന് സോളിഡും. ഓക്കെ, ലിക്വിഡിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് മിനറൽ ഓയിലുകളാണ്. ഉപയോഗിക്കുന്നത് അതിനെ ഡിയോഡറൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ കെറോസിനോ അല്ലെങ്കിൽ നമ്മൾ ഐസോപ്രോപ്പൈൽ മിരിസ്റ്റേറ്റ് നമ്മൾ ഉപയോഗിക്കും. ഐസോപ്രോപ്പൈൽ മിരിസ്റ്റേറ്റും ഉപയോഗിക്കും. സോ ഒരു ആൽക്കഹോളിക് ബ്രില്യൻറ്റൈൻ ആണെങ്കിൽ അതിന്റെ അകത്ത് ഓയിലിംഗ് ആൽക്കഹോൾ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും. അതേപോലെ തന്നെ അതിന്റെ ഫ്രഷ് ഫീലിംഗ്, ആ സ്കിന്നിനെ എപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഫിക്സ്ഡ് ഓയിൽ ആയിട്ടുള്ള സാധനങ്ങൾ, ആൽമണ്ട് ഓയിൽ, ദെൻ ഐസോപ്രോപ്പൈൽ മിരിസ്റ്റേറ്റ് ഇതൊക്കെ എന്താണ്, ലിക്വിഡ് ബ്രില്യൻറ്റൈന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ സോളിഡിന്റെ അകത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു തിക്കൻഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും. മെയിൻലി വാക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മള് സോളിഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും, ബീസ് വാക്സ്, കർണൗബ, അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്, ബീസ് വാക്സ്, കർണൗബ വാക്സ്, ബീസ് വാക്സ്, പാരഫിൻ വാക്സ് ആൻഡ് സ്പെർമാസെറ്റൈൻ. SPERMACITI, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സോളിഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ബ്രില്യൻറ്റൈൻ. ഓക്കെ, ബ്രില്യൻറ്റൈൻസ്. ഇനി അലൂമിനിയം ട്രൈ സിലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം ഇറ്റ് ഈസ് യൂസ് എ ജെല്ലിംഗ് ഏജന്റ് ഫോർ ട്രാൻസ്പെറന്റ് ബ്രില്യൻറ്റൈൻ. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബ്രില്യൻറ്റൈൻ അലൂമിനിയം ട്രൈ സ്റ്റീറേറ്റ്. അലൂമിനിയം ആണ്, അലൂമിനിയം ട്രൈ സ്റ്റീറേറ്റ്. എന്റെ കൂടെ എഴുതിപ്പോ അലൂമിനിയം ട്രൈ സ്റ്റീറേറ്റ് ആണ് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബ്രില്യൻറ്റൈൻസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹെയർ വേവിങ് ആൻഡ് ഹെയർ സ്ട്രെയിറ്റനിങ് പ്രിപ്പറേഷൻസ്. അപ്പം ബോത്ത് മെൻ ആൻഡ് വിമൻ രണ്ടുപേരും ഹെയർ സ്റ്റൈലിനെ പറ്റി വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ചിലപ്പോൾ കേൾ ആക്കണം തോന്നും, ചിലപ്പോൾ സ്ട്രെയിറ്റ് ആക്കണം തോന്നും. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ ഹെയറിന് വേണ്ട ഒരു ടെക്സ്ചർ കൊടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ആൾക്കാരെ ഉപയോഗിക്കണം. സോ കേളിംഗ് ഓഫ് ദ ഹെയറിന് നമുക്ക് എന്തൊക്കെ വേണം, ബ്രഷ്, ഹോട്ട് എയർ ബ്ലോവർ, കോംബ് ഒക്കെ ആയിരിക്കും ആവശ്യം വരിക. ഓക്കെ, സോ ഈ കേൾസ് നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു ടെമ്പററി ആയിട്ട് മാത്രമേ നമുക്ക് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ദ കേൾസ് പ്രൊഡ്യൂസ് ബൈ ദീസ് മെത്തേഡ്, അതായത് ഹോട്ട് എയർ ബ്ലോവറും ഒരു കോംബും ബ്രഷും ഉപയോഗിക്കുന്നത് ടെമ്പററി ആണ്. പക്ഷെ പുതുതായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. സോ ദാറ്റ് നമുക്കൊരു വേവി ടെക്സ്ചർ അല്ലെങ്കിൽ കേൾസ് ഒക്കെ നമ്മുടെ ഹെയറിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും.
സോ അങ്ങനെ ഉണ്ടാക്കുന്നതിന് തന്നെ ഒരുപാട് എന്തുണ്ട്, ഗുഡ് റിസൾട്ട് കാണാറുണ്ട് അല്ലെ. സോ വേവി ആയിട്ടുള്ള ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് തിക്ക് കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ഗം ഖരായ, then gum acacia, gum tragacanth, then gelatin, sodium carbonate അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റോ അല്ലെങ്കിൽ ബോറാക്സോ ഉപയോഗിക്കാം. ദെൻ ഗ്ലിസറിൻ, ആൽക്കഹോൾ. ഇത്രയും ആൾക്കാരെ ഉപയോഗിച്ചൊരു വേവി ടെക്സ്ചർ ഉണ്ടാക്കാനായിട്ട് ഹെയറിൽ പറ്റും. എന്തൊക്കെയാ? തിക്ക് കൊളോയിഡൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഓഫ് ട്രഗക്കാന്ത്, അക്കേഷ്യ, ഗം കരായ, ഗം ട്രഗക്കാന്ത്, ജലാറ്റിൻ, സോഡിയം കാർബണേറ്റ്, ബോറാക്സ്, ഗ്ലിസറിൻ, ആൽക്കഹോൾ. ഇത്രയും ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? വാം വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. സോ വി വിൽ ഗെറ്റ് എ മ്യൂസിലേജ് ഓഫ് ട്രഗക്കാന്ത്. അതിനകത്തേക്ക് പെർഫ്യൂം ആഡ് ചെയ്യുക, ആൽക്കഹോൾ ആഡ് ചെയ്യുക, ഈ ട്രഗക്കാന്ത് സൊല്യൂഷൻ ആഡ് ചെയ്യുക. സംടൈംസ് നമ്മൾ ഡൈ ഒക്കെ ആഡ് ചെയ്യും ഒരു കളർ കിട്ടാനൊക്കെ ആയിട്ട്. ഹെയർ സ്ട്രെയിറ്റനിങ് പ്രോഡക്ട്സും ഓൾമോസ്റ്റ് ഈ ഹെയർ വേവിംഗ് പ്രോഡക്ട്സ് തന്നെയാണ്. പക്ഷെ ഹെയർ വേവിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കെമിക്കൽസ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ കെമിക്കൽ ഏജൻസ് ആണ് വേവിങ്ങിൽ ഉപയോഗിക്കുന്നത്. സ്ട്രെയിറ്റനിങ്ങിന് ഫിസിക്കൽ ആയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക, നല്ല ഡ്രൈ ചെയ്യുക, എന്നിട്ട് ഈ പ്രസ്ഡ് ഓയിൽസ് വളരെ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിനെ വലിച്ചു നീട്ടുക. ഓക്കെ, സ്ട്രെച്ച്, സ്ട്രെയിറ്റ്. So pressed oil, they are generally consist of waxes, perfumes and lanolin and other hair conditioners in a petroleum base. അപ്പൊ നന്നായിട്ട് പ്രസ് ചെയ്ത ഓയിലിനകത്ത് വാക്സ് ഉണ്ടാവും, ലനോലിൻ ഉണ്ടാവും. ലനോലിൻ എന്തായിരുന്നു? ലനോലിനെ നമ്മൾ എവിടെയാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ലനോലിൻ ഓർമ്മയുണ്ടോ? ലനോലിൻ യൂസ് ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നല്ലോ, കണ്ടീഷനിങ് ഏജന്റ് ആയിട്ടാണ് ലനോലിന്റെ ഡെറിവേറ്റീവ് ഉപയോഗിച്ചത് അല്ലെ, മറക്കല്ലേ. സോ നെക്സ്റ്റ് ഈസ് ഹെയർ ഡൈസ്. ഹെയർ ഡൈസ് എന്തിനാണ്? നമ്മുടെ നോർമൽ ഹെയറിന്റെ കളർ ചേഞ്ച് ആകുമ്പോൾ ആ ഒരു നാച്ചുറൽ കളർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത് ഹെയർ ഡൈസ് ആയിരിക്കും. ഓക്കെ, സോ ഹെയർ ഡൈസിന്റെ പ്രത്യേകത നാച്ചുറൽ കളർ ഓഫ് ദ ഹെയർ ചേഞ്ച് ആകുമ്പോൾ ആ ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് കളർ കവർ ചെയ്യാനായിട്ടാണ് നമ്മൾ ബ്ലാക്ക് കളറാക്കി മാറ്റാനാണ് ഹെയർ ഡൈസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഡിഫറെന്റ് കളേഴ്സ് നമ്മളിപ്പോൾ കൊടുക്കാറുണ്ട് അല്ലെ. സോ ഹെയർ ഡൈസിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അനുസരിച്ച് അതിനെ ടെമ്പററി, സെമി പെർമനന്റ് ആൻഡ് പെർമനന്റ് ഡൈസ് എന്ന് നമുക്ക് എന്താ പറയാ, ഡിവൈഡ് ചെയ്യാം. സോ വെജിറ്റബിൾ ആയിട്ടുള്ള ഡൈക്ക് എക്സാമ്പിൾ പറയാമോ? വെജിറ്റബിൾ ഡൈക്ക് ഹെന്ന, അതേപോലെ കെമോമൈൽ, CHAMOMILE, കെമോമൈൽ. ഇത്തരം രണ്ട് സാധനങ്ങളാണ് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മെറ്റാലിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലെഡ് അസറ്റേറ്റ് വിത്ത് പ്രസിപ്പിറ്റേറ്റഡ് സൾഫർ. ഓക്കെ, ലെഡ് അസറ്റേറ്റ് വിത്ത് പ്രസിപ്പിറ്റേറ്റഡ് സൾഫർ. പിന്നെ ബിസ്മത്ത് സിട്രേറ്റ്, സിൽവർ നൈട്രേറ്റ്, then കോപ്പർ ഫ്ലോറൈഡ്, നിക്കൽ നൈട്രേറ്റ്, then കൊബാൾട്ട് നൈട്രേറ്റ്. ഇത്രയും സാധനമാണ് ഒരു സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഈ മെറ്റാലിക് ഡൈക്ക് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാം. ലെഡ് അസറ്റേറ്റ് വിത്ത് പ്രസിപ്പിറ്റേറ്റഡ് സൾഫർ, ബിസ്മത്ത് സിട്രേറ്റ്, സിൽവർ നൈട്രേറ്റ്, then copper chloride, nickel nitrate, then cobalt nitrate, silver nitrate, cobalt nitrate, nickel nitrate, copper chloride. Then synthetic dyes ഉണ്ട്. സിന്തറ്റിക് ഡൈസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? പാരാ ടൊളുവീൻ ഡൈ അമൈൻ. ഓക്കെ, പാരാ ടൊളുവീൻ ഡൈ അമൈൻ, then പാരാ അമിനോ ഡൈഫീനൈൽ അമൈൻ, then സൾഫോ ഓർത്തോ അമിനോഫീനോൾ,
then paraphenyl imidazamide, paraphenyl imidazamide. ഇത്രയും സാധനങ്ങളാണ് സിന്തറ്റിക് ഓർഗാനിക് ഡൈക്കകത്ത് വരുന്നത്. ഓക്കെ, സോ അപ്പം ഇത് നമുക്ക് പൊതുവേ നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതുവരെ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ചിലപ്പോൾ ഇത്തവണ ഇതായിരിക്കാം ചോദ്യം. ഓക്കെ, സോ അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, hair dyes are different types depending upon the duration. ഒന്ന് വെജിറ്റബിൾ ഡൈ ആണ് ഹെന്ന ആൻഡ് കമോമൈൽ. മെറ്റാലിക് ഡൈസ് ആണ് lead acetate, precipitated sulfur, bismuth citrate, then silver nitrate, copper chloride, nickel nitrate, cobalt nitrate. സിന്തറ്റിക് ഡൈസ് ആണ് para toluene diamine, para amino diphenylamine, sulfur ortho amino phenol, paraphenyl imidazamide. Then qualities of the ideal hair dye എന്ന് പറയുന്നത് എന്താണ്? An ideal hair dye should possess the following property. ഒന്ന്, it should possess no systemic toxic effect when applied to the hair and skin. സ്കിന്നിനും ഹെയറിനും ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ പാടില്ല, ഇഞ്ചുറീസ് ഉണ്ടാക്കാൻ പാടില്ല, and need to be very much stable. ഇനിയുള്ള രണ്ട് പോർഷനിൽ നിന്ന് ചോദ്യങ്ങൾ മിക്കവാറും ചോദ്യങ്ങൾ കാണാറുള്ളതാണ്. ഡെപ്പിലേറ്റേഴ്സ്. ഡെപ്പിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെയർ റിമൂവ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഡെപ്പിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അപ്പം ഡെപ്പിലേറ്റേഴ്സ്, DEPILATORIES. അപ്പൊ അതിന്റെ മീനിങ് എന്താ? റിമൂവേഴ്സ്. ഓക്കെ, ഹെയർ റിമൂവേഴ്സിന്റെ മറ്റൊരു പേരാണ് ഡെപ്പിലേറ്റേഴ്സ്. ഓക്കെ, ആൻഡ് എപ്പിലേഷൻ, ഡെപ്പിലേഷൻ, ഇലക്ട്രോലിസിസ് ഒക്കെ ഉണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് പറയാം എപ്പിലേഷൻ. എപ്പിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? uprooting of intact hair mechanically by plucking or embedding in adherent materials, wax, rosin ഒക്കെ. ഓക്കെ, അതായത് പ്ലക്കിംഗ് എന്ന് എഴുതി വെച്ചാൽ, അതായത് വേരോട് കൂടി പറിച്ചെടുക്കുക, അല്ലെങ്കിൽ വാക്സോട് കൂടി ഉപയോഗിക്കാം. പക്ഷെ രണ്ട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, പെയിൻഫുൾ ആയിരിക്കും. രണ്ട്, നമുക്ക് അവിടെയുള്ള സ്കിന്നിന് ഡാമേജ് ഉണ്ടാകും. ഓക്കെ, സ്കിൻ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനുള്ള സാധ്യത കൂടാനും ഒക്കെ ചാൻസ് ആണ്. ഓക്കെ, സോ എപ്പിലേറ്ററി മെയിൻലി കണ്ടൈൻ ചെയ്യുന്നത് റോസിൻ, പിന്നെ റോസിൻ, then beeswax along with വാക്സും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന എപ്പിലേഷൻ നടത്താറുണ്ട് വിത്ത് മിനറൽ ഓയിൽ ആൻഡ് വെജിറ്റബിൾ ഓയിൽ. ഓക്കെ, പിന്നീട് ലോക്കൽ അനസ്തെറ്റിക് ഏജന്റോ ആക്റ്റീവ് ബാക്ടീരിയൽ ഏജന്റോ കൂളിംഗ് ഏജന്റോ ഒക്കെ ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. കൂളിംഗ് ഏജന്റ്, ആന്റി ബാക്ടീരിയൽ ഏജന്റ്, അതുപോലെ ലോക്കൽ അനസ്തെറ്റിക് ഒക്കെ ഇതിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. എപ്പിലേഷൻ മീൻ പ്ലക്കിംഗ്. നെക്സ്റ്റ് ഈസ് ഡെപ്പിലേഷൻ. ഡെപ്പിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ കെമിക്കൽ മെത്തേഡ്. ഡെപ്പിലേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹെയർ ബൈ കെമിക്കൽ മെത്തേഡ് ആണ്. അപ്പം അവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? നോ ഇഞ്ചുറി ടു സ്കിൻ. നോ ഇഞ്ചുറി ടു ദ സ്കിൻ. That is depilation. So chemicals most commonly used for this purpose എന്ന് പറയുന്നത് സൾഫൈഡ്സ് ആണ്. ഓക്കെ, ഇതാണ് സൾഫൈഡ്സ്. സൾഫൈഡ്സ് ഓഫ് ഏതൊക്കെ? ബേരിയം, കാൽസ്യം ആൻഡ് സ്ട്രോൺഷിയം. ബേരിയം, കാൽസ്യം ആൻഡ് സ്ട്രോൺഷ്യത്തിന്റെ എന്താ പറയാ, സൾഫൈഡുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. എപ്പിലേഷൻ എന്ന് പറയുമ്പോൾ വാക്സും അതേപോലെ റോസിനും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പ്ലക്കിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. അതേപോലെ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് കാൽസ്യം തയോഗ്ലിസറോള്. കാൽസ്യം തയോഗ്ലിസറോള്, അതേപോലെ കാൽസ്യം തയോഗ്ലൈക്കോലേറ്റ്. തയോഗ്ലൈക്കോലേറ്റും കാൽസ്യം തയോഗ്ലിസറോളും. കാൽസ്യം തയോഗ്ലിസറോളും കാൽസ്യം തയോഗ്ലൈക്കോലേറ്റും. ഓക്കെ, തയോഗ്ലിസറോളും തയോഗ്ലൈക്കോലേറ്റും. ഓക്കെ, ഔട്ട് ഓഫ് ദീസ് കെമിക്കൽസ് കാൽസ്യം സൾഫൈഡും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാൽസ്യം സൾഫൈഡ്. അപ്പം സൾഫൈഡുകളാണ് പ്രധാനമായിട്ടും ഡെപ്പിലേഷന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. കാരണം ഇപ്പം ഈ കാൽസ്യം സൾഫൈഡ് ഒക്കെ ഉപയോഗിച്ച് നല്ല എക്സലന്റ് ആയിട്ടുള്ള ഡെപ്പിലേഷൻ പ്രോപ്പർട്ടി വിത്തൗട്ട് സീരിയസ് ഇഫക്ട് അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്. ഓക്കെ, സോ ഹെയർ റിമൂവൽ വിത്ത് കെമിക്കൽ മെത്തേഡ് ആണ് ഡെപ്പിലേഷൻ.
എന്ന് പറയുന്നത്. എപ്പിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്ലക്കിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സോ മാർക്കറ്റിൽ പൗഡറും ലോഷനും ക്രീമും പേസ്റ്റും ആയിട്ടൊക്കെ അവൈലബിൾ ആയിരിക്കും. ജാറിലും കൊളാപ്സിബിൾ ട്യൂബിലും ഒക്കെ. നോൺ ടോക്സിക് ആയിരിക്കണം, നോൺ ഇറിറ്റന്റ് ആയിരിക്കണം, ഓഡർലെസ്, പ്ലസന്റ്ലി പെർഫ്യൂംഡ്, എലഗന്റ് ആയിരിക്കണം, ഷുഡ് നോട്ട് ലീവ് എനി സ്റ്റെയിൻസ് ഓൺ ദ ക്ലോത്ത്, 2 to 5 മിനിറ്റ്സിനുള്ളിൽ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. Should be easy to apply, should be economical and should be stable during storage. Okay. സോ അപ്പം ഈ എപ്പിലേഷൻ ഒക്കെ നമ്മൾ സോപ്പ് ഡിസോൾവ് ചെയ്യുന്ന പോലെ ഈ പൗഡർ നമ്മൾ റിമൂവ് ചെയ്യുക, ഗ്ലിസറിൻ ആഡ് ചെയ്യുക, ബേരിയം സൾഫൈഡോ കാൽസ്യം കാർബണേറ്റോ ഇതിനെ സീഡിൽ കൂടെ കടത്തി വിട്ടിട്ട് ഇവനെയും ഈ സൊല്യൂഷനിലേക്ക് മിക്സ് ചെയ്യുക, പെർഫ്യൂം ആഡ് ചെയ്യുക. ആ ഒരു പേസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. സോ സോഡിയം ലവറൈഡ് സൾഫേറ്റോ സോഡിയം സിലിക്കേറ്റോ സീറ്റൈൽ ആൽക്കഹോളോ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവരിലേക്ക് ഉപയോഗിക്കാം. Then next is electrolysis. Electrolysis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഹെയർ ഫോളിക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോളിസിസിലൂടെ നമ്മൾ റിമൂവൽ നടക്കും. അപ്പൊ വീക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോലൈസ് വീക്ക് ആയിട്ടുള്ള കറണ്ട് പാസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടുന്ന് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ. വെരി എക്സ്പെൻസീവ്, ടൈം കൺസ്യൂമിങ്, വെരി എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. ഒരു വീക്ക് ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു കറണ്ട് നമ്മൾ പാസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനെ എന്താ പറയുക, റിമൂവ് ചെയ്യുക. വൺസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ഹെയർ എന്ത് ചെയ്യും, പിന്നീട് വളരാതിരിക്കാനായിട്ട് ഇലക്ട്രോളിസിസ് സഹായിക്കും. ഇനി ആന്റി ഡാൻഡ്രഫ് പ്രിപ്പറേഷൻസ് അറിയാലോ. മെനയുടെ മുകളിൽ ഏത് പ്രായത്തിലും വരാവുന്ന ഒരു ഡിസീസാണ് ഡാൻഡ്രഫ്. സോ സ്കിൻ ഇറിറ്റേഷനും എംബറാസ്മെന്റും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പൊ നമുക്ക് ഔട്ടർ ലെയർ ഓഫ് ദ എപ്പിഡെർമസിൽ എന്ത് ചെയ്യും, ഒരു പൗഡർ പോലെ ഉണ്ടാവും. ചിലപ്പോൾ ലാർജ് സ്കെയിലിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ സ്കാൽപ്പിനെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആന്റി ഡാൻഡ്രഫ് പ്രിപ്പറേഷൻസ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാനായിട്ട് അതുവഴി തന്നെ എന്ത് ചെയ്യും, ഹെയർ ലോസ് സംഭവിക്കുക അല്ലെ. അതേപോലെ ഹെയറിന്റെ ഫങ്ഷൻ ഡിസ്ഫങ്ഷനിങ്ങിനും മൈക്രോബിയൽ അറ്റാക്കും ഈ രണ്ട് ഫങ്ഷനും സംഭവിക്കുന്ന ആന്റി ഡാൻഡ്രഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ മെക്കാനിക്കൽ മസാജ് ഓഫ് ദ സ്കാൽപ്പ് ത്രൂ ബ്രഷിംഗ് ഓഫ് ദ ഹെയർ, ക്ലീനിങ് ദ ബ്രഷ് both before and after the shampoo is very much helpful. ഓക്കെ. അപ്പൊ അത് ഫ്രീക്വന്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഹെയർ വാഷ് ചെയ്യുക, ഷാംപൂ ചെയ്യുക, ക്ലീൻ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു എളുപ്പ വഴി. ഓക്കെ. സോ ആഫ്റ്റർ പ്രോപ്പർ ഡ്രൈയിങ് ഓഫ് ദ ഹെയർ നമ്മൾ കൃത്യമായിട്ട് മസാജ് ചെയ്യുക, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക. അതിന് ഉപയോഗിക്കുന്ന രണ്ട് പ്രിപ്പറേഷൻസ് ആണ് ബീറ്റ നാഫ്തോളും സെലീനിയം ഡൈസൾഫൈഡ്. ഓക്കെ. ബീറ്റ നാഫ്തോൾ ആൻഡ് സെലീനിയം ഡൈസൾഫൈഡ്. ഓക്കെ. ഇത്രയുമാണ് ആന്റി ഡാൻഡ്രഫ് പ്രിപ്പറേഷൻസിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ. താങ്ക് യു.